വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡേവിഡ് ഗോഗിൻസ് എന്ന അമേരിക്കൻ റൈറ്റർ പറഞ്ഞ വാക്കുകളിലൂടെ ഈസിയായി നമുക്ക് ഡെയിലി യൂസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഡേവിഡ് ഗോഗിൻസ് പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ്, സ്റ്റോപ്പ് വെൻ യു ആർ ഡൺ. നിങ്ങൾക്ക് ക്ഷീണമാകുമ്പോൾ അവസാനിപ്പിക്കുവാൻ പാടില്ല. എപ്പോൾ നിങ്ങൾ അത് ചെയ്തു കഴിയുന്നുവോ അപ്പോൾ മാത്രമേ അത് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ വാക്കുകളിലൂടെ നമുക്ക് ഡെയിലി യൂസിൽ ഇംഗ്ലീഷിൽ ഈസിയായി എങ്ങനെ സെൻറ്റൻസസ് പറയാമെന്ന് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കാണ് വെൻ. ഒരു സമയത്തെക്കുറിച്ച് പറയുവാൻ നമുക്ക് വെൻ യൂസ് ചെയ്യാം. എപ്പോൾ, വെൻ. നമ്മളോടൊരു വ്യക്തി പറയുകയാണ് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സമയം ചോദിക്കുകയാണ്. ഒരു വാക്കിൽ നമുക്ക് സമയം ചോദിക്കാം, എപ്പോൾ, വെൻ. അങ്ങനെ നമുക്ക് ഈസിയായി ചോദിക്കാം. ഇനി നമ്മൾ ചോദിക്കുകയാണ് ഇൻ്റർവ്യൂ എപ്പോഴാണ്. ഇൻ്റർവ്യൂ എപ്പോഴാണ്? സമയത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആദ്യം നമ്മൾ വെൻ ചേർക്കുക. വെൻ ഇസ് ദ ഇൻ്റർവ്യൂ? വെൻ ഇസ് ദ ഇൻ്റർവ്യൂ? നമുക്കറിയാം സ്പെസിഫിക് ആയിട്ട് ഏത് ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ കൃത്യമായി സ്പെസിഫിക് ആയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദ ചേർക്കുക. വെൻ ഇസ് ദ ഇൻ്റർവ്യൂ? എപ്പോഴാണ് ഇൻ്റർവ്യൂ? എക്സാം എപ്പോഴാണ്? വെൻ ഇസ് ദ എക്സാം? വെൻ ഇസ് ദ എക്സാം? അപ്പോൾ നമ്മൾ എക്സാം ചോദിച്ചു. ഇനി നമ്മൾ റിസൾട്ട് എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെ നമ്മൾ കറക്റ്റായി ഇംഗ്ലീഷിൽ ചോദിക്കും? റിസൾട്ട് എപ്പോഴാണ്? വെരി ഗുഡ്. വെൻ ഇസ് ദ റിസൾട്ട്? വെൻ ഇസ് ദ റിസൾട്ട്? ഫങ്ഷൻ എപ്പോഴാണ്? വെൻ ഇസ് ദ ഫങ്ഷൻ? വെൻ ഇസ് ദ ഫങ്ഷൻ? അപ്പോൾ ഈ രീതിയിൽ എപ്പോഴാണ് എന്ന ചോദ്യങ്ങൾ ഈസിയായി തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. ഇനി നമുക്ക് വേറൊരു സെറ്റ് എടുക്കാം. നമ്മൾ ചോദിക്കുകയാണ് എപ്പോഴാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു സ്ഥലത്ത് പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എപ്പോഴാണ് നമ്മൾ പോകുന്നത്. പോകുക എന്ന വാക്ക് ഗോ. പോകുന്നത് എന്ന് പറയുമ്പോൾ ഗോയിങ് എന്ന് പറയണം. വെൻ ആർ വി ഗോയിങ്? എപ്പോഴാണ് നമ്മൾ പോകുന്നത്? നമ്മളൊരു സമയത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാകുമ്പോൾ ആദ്യം വെൻ ചേർത്തു. വെൻ ആർ വി ഗോയിങ്? ഒന്നിൽ കൂടുതൽ ആളുകളെക്കുറിച്ച് ഉള്ളൊരു സെൻറ്റൻസ് ആകുമ്പോൾ ആർ ചേർക്കുക. നമ്മളെന്ന് പറയുമ്പോൾ വി. വെൻ ആർ വി ഗോയിങ്? നമ്മൾ എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ നമ്മളത് തീരുമാനിച്ചു. ഇനി നമുക്കൊരാഗ്രഹം, അവരെപ്പോഴാണ് പോകുന്നത് എന്ന് അറിയുവാൻ വെറുതെ ഒരാഗ്രഹം. അവരെപ്പോഴാണ് പോകുന്നത് എന്നെങ്ങനെ ചോദിക്കും? വെൻ ആർ ദേ ഗോയിങ്? അവരെന്ന് പറയുമ്പോൾ ദേ. വെൻ ആർ ദേ ഗോയിങ്? അവരെപ്പോഴാണ് പോകുന്നത്? അവരെപ്പോഴാണ് ഫങ്ഷനിലേക്ക് പോകുന്നത്? ഫങ്ഷനിലേക്ക് എന്ന് പറയുമ്പോൾ ടു ദ ഫങ്ഷൻ എന്ന് വേണം പറയുവാൻ. നമ്മൾ പഠിച്ചിരുന്നു ഒരു ഡിറക്ഷൻ കാണിക്കുവാൻ ടു എന്ന വാക്ക് യൂസ് ചെയ്യുക. ഫങ്ഷനിലേക്ക് എപ്പോഴാണ് അവർ പോകുന്നത്? വെൻ ആർ ദേ ഗോയിങ് ടു ദ ഫങ്ഷൻ? വെൻ ആർ ദേ ഗോയിങ് ടു ദ ഫങ്ഷൻ? നമ്മൾ എപ്പോഴാണ് ഫങ്ഷനിലേക്ക് പോകുന്നത്? നമ്മളെന്ന് പറയുമ്പോൾ വി. അപ്പോൾ ആ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? വെൻ ആർ വി ഗോയിങ് ടു ദ
function? When are we going to the function? ഇനി നമുക്ക് ഒരു വ്യക്തിയുടെ പേരെടുക്കാം. ഗംഗ എപ്പോഴാണ് പോകുന്നത്? ഗംഗ എപ്പോഴാണ് പോകുന്നത്? When is Ganga going? When is Ganga going? അപ്പോൾ ഗംഗ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ? ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് is യൂസ് ചെയ്യുക. When is Ganga going? റിയ എപ്പോഴാണ് പോകുന്നത് എന്നെങ്ങനെ ചോദിക്കും? When is Riya going? When is Riya going? റിയ എപ്പോഴാണ് പോകുന്നത്? ഇനി നമ്മൾ ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് പോകുന്നത്? നീ എന്ന് പറയുമ്പോൾ you. When are you going? When are you going? നീ എപ്പോഴാണ് പോകുന്നത്? When are you going? When are you going? നീ എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ when is you going എന്ന് ചോദിക്കരുത്. when are you going നെ ചോദിക്കാവൂ. ഇത് ഇംഗ്ലീഷിൽ ഒരു സ്പെഷ്യൽ കേസാണ്. യു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ആർ വേണം യൂസ് ചെയ്യുവാൻ. when are you going? നീ എപ്പോഴാണ് പോകുന്നത്? ഇനി നമ്മൾ ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് വരുന്നത്? വരുക എന്ന വാക്ക് കം. വരുന്നത് എന്ന് പറയുമ്പോൾ കമ്മിങ്. നീ എപ്പോഴാണ് വരുന്നത്? when are you coming? when are you coming? നീ എപ്പോഴാണ് വരുന്നത്? അവരെപ്പോഴാണ് വരുന്നത്? when are they coming? when are they coming? അവരെപ്പോഴാണ് വരുന്നത്? അവർ നേരത്തെ സമയം പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, തമ്മിൽ ചോദിക്കുകയാണ്, അവരെപ്പോഴാണ് വരുന്നത്? മിനി എപ്പോഴാണ് വരുന്നത്? when is Mini coming? when is Mini coming? അനു എപ്പോഴാണ് വരുന്നത്? when is Anu coming? അങ്ങനെ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇസ് ചേർത്ത് പറയുക. ഇനി നമുക്ക് when യൂസ് ചെയ്ത് ഓർഡേഴ്സും കൊടുക്കുവാൻ സാധിക്കും. നമ്മൾ പറയുകയാണ്, മഴ പെയ്യുമ്പോൾ അകത്ത് വരൂ. അതായത് മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ അകത്ത് വരും. come inside when it rains. come inside when it rains. ആദ്യം നമ്മൾ ഓർഡർ പറയുക. നമ്മൾ പഠിച്ചിരുന്നു, ഓർഡർ പറയുന്ന സമയത്ത് ആദ്യം ആക്ഷൻ, അതിനുശേഷം നമ്മുടെ ഓർഡർ പറയുക. അകത്ത് വരൂ എന്ന് പറയുമ്പോൾ ആക്ഷൻ വരുന്നതല്ലേ. കം, ഇനി എങ്ങോട്ട്? അകത്തേക്ക് വരൂ എന്ന് പറയുകയാണ്. കം ഇൻസൈഡ് എപ്പോൾ? when it rains. മഴ പെയ്യുവാൻ തുടങ്ങുമ്പോൾ എന്നർത്ഥമാണ് അവിടെ വരുന്നത്. മഴ പെയ്യുവാൻ തുടങ്ങുമ്പോൾ അകത്ത് വരൂ. കം ഇൻസൈഡ് when it rains. അങ്ങനെ ഒരു സമയത്തെക്കുറിച്ച് കൂടുതലായി പറയുമ്പോൾ നമ്മൾ when യൂസ് ചെയ്യണം. എപ്പോഴാണ് വരേണ്ടത്? മഴ പെയ്യുമ്പോൾ. when it rains. ഇനി നമ്മൾ പറയുകയാണ്, അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ. അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ. അപ്പോൾ ആദ്യം ഓർഡർ പറയുക. അവർ വരുന്നതാണോ അതോ എന്നെ വിളിക്കൂ എന്ന് പറയുന്നതാണോ ഓർഡർ? എന്നെ വിളിക്കൂ. കോൾ മീ എപ്പോൾ? അവർ വരുമ്പോൾ. when they come. കോൾ മീ when they come. അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ.
ഇനി നമ്മൾ പറയുകയാണ് സ്നേഹ വരുമ്പോൾ എന്നെ വിളിക്കൂ. കോൾ മീ വെൻ സ്നേഹ കംസ്. വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആക്ഷൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എസ് ചേർക്കുക. കോൾ മീ വെൻ സ്നേഹ കംസ്. അരവിന്ദ് വരുമ്പോൾ ഞങ്ങളെ വിളിക്കൂ. കോൾ അസ് വെൻ അരവിന്ദ് കംസ്. ഞങ്ങളെ എന്ന് പറയുമ്പോൾ അസ്. കോൾ അസ് വെൻ അരവിന്ദ് കംസ്. അരവിന്ദ് വരുമ്പോൾ അവരെ വിളിക്കൂ. അവരെന്ന് പറയുമ്പോൾ ദെം. കോൾ ദെം വെൻ അരവിന്ദ് കംസ്. കോൾ ദെം വെൻ അരവിന്ദ് കംസ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർ പറയുന്നുണ്ടാവും, ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ ആ സ്റ്റവ് ഒന്ന് ഓഫാക്കിയേക്ക്. അപ്പോൾ തിളയ്ക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യൂ. അതെങ്ങനെ പറയും? സ്വിച്ച് ഓഫ് ദ സ്റ്റവ് എപ്പോൾ? വെൻ ഇറ്റ് ബോയിൽസ്. അത് തിളയ്ക്കുമ്പോൾ. സ്വിച്ച് ഓഫ് ദ സ്റ്റവ് വെൻ ഇറ്റ് ബോയിൽസ്. അതിന് മുമ്പ് നമ്മൾ ഓഫാക്കരുത്. അപ്പോൾ കറക്റ്റായിട്ട് സമയം പറയുന്ന സമയത്ത് വെൻ യൂസ് ചെയ്യുക. സ്വിച്ച് ഓഫ് ദ സ്റ്റവ് വെൻ ഇറ്റ് ബോയിൽസ്. എപ്പോൾ ഓഫാക്കണം? അത് തിളയ്ക്കുമ്പോൾ. അത് തിളയ്ക്കുമ്പോൾ എന്ന സമയത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അങ്ങനെ ഒരു സമയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ വെൻ ചേർക്കുക. സ്വിച്ച് ഓഫ് ദ സ്റ്റവ് വെൻ ഇറ്റ് ബോയിൽസ്. ഇനി നമ്മൾ പറയുകയാണ് അത് റെഡി ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യൂ. ആദ്യം നമ്മൾ ഓർഡർ കൊടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്യൂ ആണ് ഓർഡർ. സ്വിച്ച് ഓഫ് ദ സ്റ്റവ്. ഇനി സമയം പറയുക. അത് റെഡി ആകുമ്പോൾ. വെൻ ഇറ്റ് ഇസ് റെഡി. സ്വിച്ച് ഓഫ് ദ സ്റ്റവ് വെൻ ഇറ്റ് ഇസ് റെഡി. അത് റെഡിയാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു പാറ്റേൺ കൂടെ വേഗം നോക്കാം. നമ്മൾ പറയുകയാണ് വി ഷാൽ ഗോ വെൻ യു ആർ റെഡി. നീ റെഡിയാകുമ്പോൾ നമുക്ക് പോകാം. ആ കുട്ടി മാത്രമേ റെഡിയാവാൻ ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ പറയുകയാണ് നീ റെഡിയാകുമ്പോൾ നമുക്ക് പോകാം. വി ഷാൽ ഗോ. നമ്മൾ പഠിച്ചിരുന്നു ഭാവിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏതൊക്കെ രണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സിൽ വരണം? വിൽ, ഷാൽ. എന്നെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ പറയുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണെങ്കിൽ ഷാൽ ഉപയോഗിക്കുക. നീ റെഡിയാകുമ്പോൾ നമുക്ക് പോകാം. വി ഷാൽ ഗോ. നമുക്ക് പോകാം. എപ്പോൾ? നീ റെഡിയാകുമ്പോൾ. വെൻ യു ആർ റെഡി. നീ എന്ന് പറയുമ്പോൾ ആർ ചേർത്ത് പറയുക. വെൻ യു ആർ റെഡി. നീ റെഡിയാകുമ്പോൾ നമുക്ക് പോകാം. ആദ്യം നമ്മൾ പോകുന്ന കാര്യം പറയണം, അല്ലെങ്കിൽ ആ കുട്ടി ലേറ്റാവും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയണം? വി ഷാൽ ഗോ. എപ്പോൾ? വെൻ യു ആർ റെഡി. വി ഷാൽ സ്റ്റാർട്ട് വെൻ യു ആർ റെഡി. നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുവാൻ പോവുകയാണ്. പ്രെയർ ചൊല്ലേണ്ട കുട്ടിയാണ് റെഡിയാവാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് നീ റെഡിയാകുമ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. വി ഷാൽ സ്റ്റാർട്ട് വെൻ യു ആർ റെഡി. വി ഷാൽ സ്റ്റാർട്ട് ദ പ്രോഗ്രാം വെൻ യു ആർ റെഡി. നീ റെഡിയാകുമ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. ഇനി നമ്മൾ പറയുകയാണ് വി ഷാൽ ഡിസ്കസ് വെൻ എവ്രി വൺ അറൈവ്സ്. എല്ലാവരും എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വി ഷാൽ ഡിസ്കസ് വെൻ എവ്രി വൺ അറൈവ്സ്. വി ഷാൽ ഡിസ്കസ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം.
എപ്പോൾ? എല്ലാവരും വരുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം കിട്ടില്ലല്ലോ. We shall discuss when everyone arrives. ഇനി നമ്മൾ പറയുകയാണ് We shall go when you are okay. നീ ഓക്കെ ആകുമ്പോൾ നമുക്ക് പോകാം. We shall go when you are okay. നീ ഓക്കെ ആകുമ്പോൾ നമുക്ക് പോകാം. ആദ്യം നമുക്ക് പോകാം എന്ന് പറയുകയാണ്. ആ കുട്ടിയെ നമ്മൾ സമാധാനിപ്പിക്കുകയാണ്. We shall go. എപ്പോൾ? നീ ഓക്കെ ആകുമ്പോൾ. When you are okay. We shall go when you are okay. അപ്പോൾ ഈ രീതിയിൽ when യൂസ് ചെയ്ത് ഈസിയായി നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും. വെന്നിൻ്റെ 3 യൂസസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാൻ നമുക്ക് വെൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഓർഡർ കൊടുക്കുവാനും വെൻ യൂസ് ചെയ്യാം. ഭാവിയിലെ കാര്യങ്ങൾ പറയുവാനും വെൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലും 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാവരും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറ്റംപ്റ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ 3 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവരെപ്പോഴാണ് വരുന്നത്? അവരെപ്പോഴാണ് വരുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മഴ പെയ്യുമ്പോൾ അകത്ത് വരൂ. മഴ പെയ്യുമ്പോൾ അകത്ത് വരൂ. തേർഡ് ക്വസ്റ്റ്യൻ, നീ റെഡിയാകുമ്പോൾ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നീ റെഡിയാകുമ്പോൾ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ 3 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. So see you in the next video. Have a nice day.